ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. അങ്ങനെ വിവോ T3 റിലീസായി. സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല വിവോൻ്റെ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ സീരീസാണ് T സീരീസ്. അത്യാവശ്യം വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സീരീസായിരുന്നു ഈ T സീരീസ്. നിങ്ങൾക്ക് ഈ വിവോ T3ൻ്റെ എൻ്റെ പേഴ്സണൽ ഇനീഷ്യൽ ഇംപ്രഷൻസ് കാണാനാണ് നിങ്ങൾ വന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച IQ Z9 എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഈ സ്മാർട്ട് ഫോണിനെ പറ്റി പറയാനുള്ളത്. കാരണം വേറൊന്നല്ല, ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ സെയിം ഫോൺ വിത്ത് ചെറിയ ഡിസൈൻ ചേഞ്ചസ്. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. സെയിം ഫോൺ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, ബാറ്ററി ആയിക്കോട്ടെ, പ്രൊസസ്സർ ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, സെയിം, എല്ലാം സെയിം. ഈവൻ സോഫ്റ്റ്വെയർ ഓൾസോ സെയിം. ഒരു വ്യത്യാസമില്ല. ആകെപ്പാടുള്ള വ്യത്യാസം കമ്പനിയിലുള്ള വ്യത്യാസം. ഒന്ന് വിവോ, മറ്റേത് IQ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, IQ എന്ന് പറയുന്നത് വിവോൻ്റെ സബ് ബ്രാൻഡാണ്. ഇത് ഞാൻ ഈ ഫോണിനെ കുറ്റം പറയില്ല, T3 എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണിനെ ഞാൻ കുറ്റം പറയല്ല. നല്ല ഫോണാണ്. കൺസിഡറിങ് ദ പ്രൈസ് സെഗ്മെൻറ്റ്, ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഫോൺ. ഞാൻ IQ Z9 പറ്റി പറഞ്ഞ പോലെ തന്നെ ഇത് വിവോ T3 സെയിം, അതേ ഒപ്പീനിയനാണ് എനിക്കുള്ളത്. അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി തന്നെയാണ്. പക്ഷേ എന്തിനിങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ഇത് രണ്ട് കമ്പനിയാണെന്നുണ്ടെങ്കിൽ കേൾക്കാനൊരു രസമുണ്ട്, അല്ലെങ്കിൽ കാണാനൊരു രസമുണ്ട്. ഇപ്പോൾ OnePlus ആണ് ഇതുപോലെ അപ്പുറത്ത് വേറൊരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. സെയിം ഫീച്ചേഴ്സ് വെച്ചിട്ട് OnePlus ഒരു ഫോൺ ഇറക്കിയിട്ടുണ്ട്. അതേ ഫീച്ചേഴ്സ് വെച്ചിട്ട് വിവോ ഒരു ഫോൺ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ രസമുണ്ട്. അതായത് നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അപ്ഡേറ്റ് തരുന്നതിൻ്റെ കാര്യത്തിലോ അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ബ്രാൻഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങാം. ഇത് ഒരേ കമ്പനീൻ്റെ തന്നെ സബ് ബ്രാൻഡ് ഓൾറെഡി ഒരാഴ്ച മുന്നേ ഒരു ഫോൺ ഇറക്കുന്നു. അതേ ഫീച്ചേഴ്സ് വെച്ചിട്ട് അതിൻ്റെ വിവോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി സെയിം ഫീച്ചേഴ്സ് വെച്ചിട്ട് T3 എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്മാർട്ട് ഫോൺ വാങ്ങും. ഇതിലിപ്പോൾ എന്താ, ഇത് എന്തിനപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് വിവോ ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ IQന് അത്യാവശ്യം പെർഫോമൻസ് ഓറിയൻറ്റഡ് സബ് ബ്രാൻഡ് ആയതുകൊണ്ട് IQന് കുറച്ച് ഫാൻസ് ഉണ്ട്. അത്യാവശ്യം പെർഫോമൻസും ഗെയിമിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ IQൻ്റെ സ്മാർട്ട് ഫോൺസ് വാങ്ങും. സോ എന്തായാലും IQൻ്റെ സ്മാർട്ട് ഫോൺസ് വാങ്ങുന്നുണ്ടല്ലോ ആൾക്കാർ. അപ്പോൾ അതേ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മളൊരു വിവോ എന്ന് പറഞ്ഞിട്ടുള്ള റീബ്രാൻഡ് ചെയ്തിട്ട് അതിനെ വേറൊരു സ്മാർട്ട് ഫോൺ ഇറക്കുമ്പോൾ, ഇപ്പോൾ വിവോൻ്റെ ഫോൺ വാങ്ങിക്കഴിഞ്ഞാലും IQൻ്റെ ഫോൺ വാങ്ങിക്കഴിഞ്ഞാലും ലാഭം വിവോ തന്നെയാണല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസിൽ പോലും ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ വിവോ ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ആണ് ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ വിവോന് ഇതിൻ്റെ ക്യാമറയിലെങ്കിലും അത്യാവശ്യം ചെറിയ ചേഞ്ചസ് വരുത്തായിരുന്നു. ക്യാമറ സെറ്റപ്പിൽ സെയിം സെൻസർ, സോണി IMX882 എന്ന് പറഞ്ഞിട്ടുള്ള സെൻസർ, 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ക്യാമറ. ഇത് തന്നെയാണ് IQ Z9 ഉള്ളൂ. സെയിം സെറ്റപ്പ്. ഫ്രണ്ട് ക്യാമറ 16 MP. ബാറ്ററിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 5000 mAh ബാറ്ററി വിത്ത് 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. സെയിം IQലും സെയിം, വിവോയിലും സെയിം. അതുപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ ഡിസ്പ്ലേ സൈസിൽ പോലും വ്യത്യാസമില്ല. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED പാനൽ, 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസിലോട്ട് പോകുന്ന ഒരു പാനൽ, പഞ്ച് ഹോൾ പാനൽ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്. ഒരു വ്യത്യാസമില്ല. ആകെപ്പാടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറിലും ഇതിൻ്റെ ഡിസൈനിലൊക്കെയാണ്. ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിൽ പോലും ഒരു വ്യത്യാസമില്ല. IQ Z9 എന്താണോ ഞാൻ ഡിസൈൻ എന്ന് പറഞ്ഞുള്ള കാറ്റഗറിയിൽ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് ഇതിലും പറയാനുള്ളത്. ഒരു വ്യത്യാസമില്ല. പ്രൈസിൻ്റെ കാര്യത്തിൽ പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ചോദിച്ചാൽ അതുമില്ല. പ്രൈസും സെയിം. 8GB 128GB വേരിയൻറ്റിന് വരുന്നത് 18,000 രൂപ. സെയിം. പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7200. IQലും സെയിം, ഇതിലും സെയിം. 4nm ചിപ്സെറ്റ്. എന്തായാലും ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദിസ്. എനിക്കറിയില്ല, ലോജിക്കലി ചിന്തിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു കാരണം എനിക്ക് കിട്ടുന്നില്ല. എന്തിനാണ് ഒരേ സ്മാർട്ട് ഫോൺ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ മാത്രം മാറ്റിയിട്ട് വേറൊരു സ്മാർട്ട് ഫോണായിട്ട് ഇറക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ, ക്യാമറ സെറ്റപ്പിലേക്ക് വരുമ്പോൾ നമുക്കിതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ 3 ക്യാമറ ഉള്ളതായിട്ട് തോന്നുമെങ്കിലും അതിൽ 2 ക്യാമറ മാത്രമേ ഉള്ളൂ. ഒന്ന് 50 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസർ. ഇത് ഡെപ്ത് സെൻസറിനെ വിവോ പറയുന്നത് ബൊക്കെ ക്യാമറ എന്നാണ്. അതിന് നമുക്ക് ക്യാമറ ആയിട്ട് തന്നെ കണക്കാക്കാം. ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ IQ Z9 ഉള്ളൂ. 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും.
ഇതിലൊരു മൂന്നാമത് ക്യാമറ പോലെ തോന്നിക്കുന്ന വേറെ സംഭവമുണ്ട്. അതൊരു സെൻസറാണ്, ഫ്ലിക്കർ സെൻസർ എന്നാണ് വിവോ അതിനെ പറയുന്നത്. അത് മാത്രമാണ് ക്യാമറ സെറ്റപ്പിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസമുള്ളത്, വേറെ ഒരു വ്യത്യാസമില്ല. ഈവൻ ഞാൻ ഇതിൻ്റെ ഫ്ലിപ്കാർട്ട് പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് iQC9 അവർ ക്യാമറേൻ്റെ സെക്ഷനിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ഇമേജസ് ഉണ്ട്. അതായത് വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ, അതായത് 4K വീഡിയോ കേപ്പബിലിറ്റി ഉണ്ടല്ലോ രണ്ട് ഫോണിനും. സോ അതിനവർ ഉപയോഗിച്ചിരിക്കുന്ന ക്ലിപ്പിംഗ് ഉണ്ട്. അതേ ക്ലിപ്പിംഗ് തന്നെയാണ് ഈ വിവോ T3 ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറ മോഡിലേക്ക് വരുമ്പോൾ സൂപ്പർ മൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട് iQC9 അവർ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതേ സാധനം ഇതിനകത്തുണ്ട്. അതവർ ഷോക്കേസ് ചെയ്തിരിക്കുന്ന ഇമേജ് രണ്ട് സെയിം ആണ്. ഇപ്പോൾ iQC9 അഡ്വർടൈസിങ്ങിലും വിവോ T3 അഡ്വർടൈസിങ്ങിലും ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസ് എല്ലാം സെയിം ആണ്. എനിക്കറിയില്ല, നല്ലൊരു ഫോണാണ്. ഫോണിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോണാണ്. നിങ്ങൾക്ക് iQ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ iQൻ്റെ ഫോൺ വാങ്ങാം. വിവോ എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവോൻ്റെ സ്മാർട്ട് ഫോൺ വാങ്ങാം. സർവീസ് സെൻറ്റേഴ്സ് പോലും സെയിം ആണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് സെയിം ആണ്. ഫൺ ടച്ച് OS 14 വിച്ച് ഈസ് ബേസ്ഡ് ഓൺ Android 14. 2+3 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തിനും വിവോ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. സോ അത്രയൊക്കെയാണ് വിവോ T3 പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. സോ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. ബൈ. താങ്ക്സ്.